അപ്പച്ച. മണ്ണിട് മോനെ. സോനു, അതിയാനെ കാത്തിരുന്ന ഇന്നിന് ശരിയാകത്തില്ല. നീ ആ വല്യമ്മയുടെ വീട്ടിൽ നിന്ന് പാല് വാങ്ങിച്ചു വാ. ശരി. അറിഞ്ഞോ, മുങ്ങിയ ചാണ്ടി പൊങ്ങി. മൈക്കിളിന്റെ ശവത്തെ നോക്കി കരഞ്ഞുത്രേ ആ നാറി. എന്റെ കർത്താവേ, ആ മുടിഞ്ഞവൻ വന്നോ ശവടത്തിന്? വന്നെന്ന് മാത്രമല്ല, വലിയ സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. മൈക്കിളിന്റെ ചെറുക്കൻ അവിടെ കിടന്നൊരു കമ്പെടുത്ത് പടപടാന്ന് 5-6 അടി. ചാണ്ടിയുടെ തലയോട് പൊളിഞ്ഞെന്നാ പറയണേ. ചത്തോ? ദുഷ്ടന്മാരത്ര പെട്ടെന്ന് ചാവല്ലോ. ആരൊക്കെയോ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയെന്നാ പറയണേ. ചാവാം, ചാവാതിരിക്കാം. എന്നാലും അവന്റെ നെഞ്ചുറപ്പ് കുറച്ച് കടുപ്പം തന്നെ. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും പിന്നെ ഈ നാട്ടിൽ കാലുകുത്താൻ അവന് ധൈര്യം ഉണ്ടായല്ലോ. പാവം മൈക്കിൾ. കർത്താവേ, ഇത് ഞാനിത് എന്നാ ഭാവിച്ച? ഓരോരുത്തർ കെട്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് പോരും. എന്നാ മിച്ചി? ആ എന്നാന്ന് ഇതൊന്ന് നോക്ക്. അമ്മച്ചി എന്തേടി? അമ്മച്ചി ദേ ചാണ്ടിച്ചായൻ. ഇച്ചായനോ? ആ കാർക്കോട് എങ്ങനെയായിരുന്നു ഇച്ചായനാവുന്നേ? എടി, കിടന്ന് വിളിച്ചു പോകാതെ നിന്റെ വിവരം കിട്ട അപ്പച്ചനോട് ഇങ്ങോട്ട് വരാൻ പറ. അമ്മച്ചി അരി കഴിയോ അപ്പച്ച? പകല് നിങ്ങളെ കാണാതായപ്പോഴേ ഞാൻ ഊഹിച്ചു തല്ലുകൊണ്ട് പുണ്യാളിനെയും കൊണ്ട് ആശുപത്രി പോയി കാണുമെന്ന്. ചികിത്സയൊക്കെ കഴിഞ്ഞു. അതോ ഇനി ബാക്കി ചികിത്സ എവിടെയാക്കാന്ന് വെച്ചോ? എങ്കിൽ അതാ നല്ലത്. ഇവിടെയാകുമ്പോ ഞാനും പെണ്ണുണ്ടല്ലോ, അവന് മരുന്ന് വെച്ച് കെട്ടാനും കുഴമ്പ് തേച്ച് കുളിപ്പിക്കാനും ഒക്കെ. വൈകുന്നേരമായപ്പോ ആസ്പത്രി ഒന്ന് വിട്ടു. ഞാൻ നിർബന്ധിച്ചപ്പോ കൂടെ പോകുന്നത്. അത് നന്നായി. കാര്യം അവന്റെ പെങ്ങളെ കെട്ടിച്ച് വിട്ടേക്കുന്ന ഇങ്ങോട്ടാണല്ലോ. ആണോ? അതെനിക്കറിയില്ല. ഇപ്പൊ അറിഞ്ഞില്ലേ? ഇച്ചിരി മനുഷ്യത്വം കാണിക്കാന്ന് ഞാൻ കരുതിയുള്ളൂ. അങ്ങനെ ഒരു കാണിക്കൽ ഇവിടെ വേണ്ട. ഈ നിമിഷം അവനെ ഇവിടുന്ന് ഇറക്കി വിടുന്നതാ നല്ലത്. അതൊക്കെ പറയണേ. എന്തിനാ പതുക്കെയാക്കുന്നേ? നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ ഇറക്കി വിടും. എന്റെ പൊന്നുമുറിയെ കാലത്തവൻ പോയിക്കോളും. പറ്റിയല്ല. ഈ നേരത്തെ അവൻ എങ്ങോട്ട് പോകും? അതൊന്നും എനിക്കറിയണ്ട. അവൻ തെണ്ടിയോ ചെറ്റയോ കള്ളനോ കൊലപ്പുള്ളിയോ ആരോ ആവട്ടെ, ഞാൻ അവനെ അങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന് അങ്ങേപ്പുറത്തെ ചായക്കടലെ ബെഞ്ചിൽ അവൻ കിടന്നോളും. ഇനിയും നീ അതിനെതിരെ നിന്ന് അരിഞ്ഞുകളയും ഞാൻ. ചാണ്ടിച്ചാ, ചാണ്ടിച്ചാ, ചാണ്ടി, ചാണ്ടി, എഴുന്നേക്ക്. അവള് പറഞ്ഞ നീ അത്ര കാര്യമാക്കണ്ട. എടോ, എണീക്കാൻ. ഈ ഇരുട്ടത്തിൽ നിന്ന് എന്നാ ചെയ്യാനാ? എണീറ്റ് വരാനല്ലേ പറഞ്ഞേ?
അല്ലേലും മറിയോട് ഗർവിക്കുന്ന എന്നാത്തിനാ ദൈവത്തിന് നിരക്കുന്ന പണിയാണോ നീ ചെയ്തേ? വേണ്ട, ഒന്നും പറയണ്ട. പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നിയന്ത്രണം വിട്ടുപോകും. എന്നെങ്കിലും നേരി കാണുമ്പോ മുഖത്ത് നോക്കി 2 വാക്ക് ചോദിക്കണമെന്ന് കരുതിയതാ. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. മൈക്കിളിനെ കർത്താവ് വിളിച്ചു. മനോവേദന താങ്ങാൻ പറ്റാതെ കുടിച്ചാവും മരിച്ചത്. ഈ കടുങ്ക ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നിടാ ചാണ്ടി? പാവ ആനി, ആ പെങ്കൊച്ചിന് നീ ചതിച്ചു. അവളാ തെറ്റുകാരി. നിന്നെ പോലെ ഒരുത്തനെ അവൾ എന്നാത്തിനെ സ്നേഹിക്കാൻ പോയി? ഏതാനി എന്നെ സ്നേഹിച്ചത്? ദുഷ്ട, മനസ്സാക്ഷിയില്ലാത്തവനാ നീ. ആനി നിനക്ക് അറിയത്തില്ല അല്ലേ? ഊരി ചുറ്റി നടക്കുക അവളിപ്പം. നീ ഒരുത്തൻ കാരണം. വേണ്ടതിനും പറയരുത്. അത് ശരി, സത്യം പറഞ്ഞാൽ എനിക്ക് പിടിക്കത്തില്ല അല്ലേ? മിണ്ടരുത്. സത്യം സത്യമാണെങ്കിൽ ചാണ്ടി സമ്മതിക്കൂ. എന്റെ കുഞ്ഞർക്കന്റെ മകൻ സോനു എന്നെ തലങ്ങും വിലം കൊട്ടടിച്ചപ്പോ ഞാൻ എതിർത്തില്ല, കരഞ്ഞില്ല, കമാന്നൊരു അക്ഷരം വേണ്ടിയില്ല. അതിന് കാരണമുണ്ട്. പക്ഷെ ഇതുണ്ടല്ലോ, ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞേ. ഏത് നാട്ടുകാർ? പറ, ഏത് നാട്ടുകാരാ പറഞ്ഞത്? പറയാൻ. അതിന് നീ എന്നാത്തിന് എന്നെ കൊല്ലാൻ വരുന്നേ? ഞാനൊന്നും പറഞ്ഞില്ല, നീ ഒന്നും കേട്ടതുമില്ല. പോരെ, ചുമ്മാ അല്ല മറിയ എന്നെ വിവരദോഷിന്ന് വിളിക്കുന്നു. ഒരു കാര്യമില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞേ. ആനി അവക്ക് എന്നാ പറ്റിയെന്നാ പറഞ്ഞേ? വളണ്ടിയറായി ഒരു ധ്യാന സംഘത്തിനൊപ്പം ഊരി ചുറ്റി നടക്കുക. അപ്പൊ അവളുടെ വല്യമ്മച്ച് മരിച്ചു. ചുരുക്കി പറഞ്ഞ ആ കൊച്ചിന് ആരുമില്ലാതെ. 2 ആഴ്ച മുമ്പ് നമ്മുടെ ഡ്രൈവർ ജോസിന്റെ ഭാര്യ കട്ടാമല പള്ളിക്കടുത്തുള്ള ഒരു ധ്യാന സ്ഥലത്ത് വെച്ച് ആനിയെ കണ്ടെന്ന് പറഞ്ഞു കേട്ടു. വരുന്നത് മോളിന്ന് ഞാൻ കണ്ടായിരുന്നു. വിവരറിഞ്ഞ് മൈസൂരിനെത്തുമ്പോഴേക്കും ശവടക്ക് കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോ സോനുവിനെ കൊണ്ടുപോകണം. നാളെ സ്കൂൾ തുറന്നാ അവന്റെ TC വാങ്ങണം. ശവടക്കിനെത്താൻ പറ്റാഞ്ഞത് വലിയ നഷ്ടമായിപ്പോയി. ആ ചാണ്ടിയെ കൊന്ന് കുടലെടുക്കാൻ പറ്റിയ അവസരം അത് പോയി. കിട്ടും, എന്നെങ്കിലും ഒരിക്കൽ എനിക്ക് അവനെ കിട്ടും.